എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിനാലെ വീക്കിൽ ബിഗ് ബോസ് വോട്ടിംഗ് ഗംഭീരമായി പുരോഗമിക്കുകയാണ്. ഓരോ മണിക്കൂറിലും അപ്രതീക്ഷിത അട്ടിമറികൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ സീസണിലെ കപ്പ് ആര് തൂക്കും എന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ 11:15 വരെയുള്ള വോട്ട് റിസൾട്ട് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് വാർത്തകൾക്കും വോട്ടിംഗ് റിസൾട്ടിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ വോട്ടിംഗിൽ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഋഷിക്ക് ഇതുവരെ കരകയറാൻ സാധിച്ചിട്ടില്ല. വോട്ടിംഗിൽ ഭേദപ്പെട്ട പ്രകടനം മാത്രം കാഴ്ചവെക്കുന്ന ഋഷി നേടിയിരിക്കുന്നത് 4,25,184 വോട്ടുകളാണ്. ഋഷിക്ക് തൊട്ടുമുന്നിൽ അഭിഷേക് ആണ് നിലകൊള്ളുന്നത്. ഇരുവരും തമ്മിൽ 4ാം സ്ഥാനത്തിനു വേണ്ടി കടുത്ത പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മണിക്കൂറിലും മികച്ച വോട്ടിംഗ് പ്രകടനം കാഴ്ചവെച്ച് അഭിഷേക് തന്നെയാണ് ഋഷിക്ക് മുന്നിൽ 4ാം സ്ഥാനത്ത് തുടരുന്നത്. 4,34,528 വോട്ടുകൾ ആണ് അഭിഷേക് ഇതുവരെ വാരിക്കൂട്ടിയിരിക്കുന്നത്. നേരത്തെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട അർജുൻ വീണ്ടും 2ാം സ്ഥാനം തിരിച്ചുപിടിച്ചുകൊണ്ട് മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും അർജുൻ വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ തന്നെ നേടാൻ കഴിയുന്നുണ്ട്. എന്നാൽ അർജുന്റെ മുന്നേറ്റത്തിൽ തിരിച്ചടിയായത് ജാസ്മിനാണ്. നിലവിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ജാസ്മിൻ ലഭിച്ചിരിക്കുന്നത് 4,51,284 വോട്ടുകളാണ്. 2ഉം 3ഉം സ്ഥാനങ്ങൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4,56,382 വോട്ടുകൾ നേടിയാണ് അർജുൻ മുന്നേറുന്നത്. 1ാം സ്ഥാനത്ത് വമ്പൻ ഭൂരിപക്ഷത്തിൽ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ ജിൻഡോ തന്നെ തുടരുന്നു. ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായെങ്കിലും ജിൻഡോയെ അട്ടിമറിച്ച് മുന്നോട്ട് എത്താൻ ഇതുവരെ അർജുൻ കഴിഞ്ഞിട്ടില്ല. 4,62,382 വോട്ടുകൾ നേടി വമ്പൻ ലീഡ് ആണ് ജിൻഡോ ഇതുവരെ നേടിയിട്ടുള്ളത്. ബിഗ് ബോസ് വോട്ടിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യ 3 സ്ഥാനക്കാർ തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാകും ഈ സീസണിലേക്ക് കപ്പ് നേടുക എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് വാർത്തകൾക്കും വോട്ടിംഗ് റിസൾട്ടിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.